United Kingdom of Kerala's audio launch ceremony. A big round of applause. നമസ്കാരം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ പി കെ സജീവിൻ്റെ. അദ്ദേഹത്തിന് എന്നെ വേറൊരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജീവും കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകളെ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്ന് ഞാൻ ശരിയാകത്തില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റൊക്കെ വളരെ മോശമായപ്പോൾ ജിബും ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്നൊന്നും ഞാൻ വേണ്ട എന്ന് പറഞ്ഞു. അപ്പം സജീവ് പറഞ്ഞതാണ്, ഇതിന് ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആനും സജീവും ഒക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തലത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ആദ്യം മൈക്ക് അങ്ങ് കൊടുത്തത് തന്നെ അത് ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് ഇപ്പോൾ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. ബ്ലസ്ബായി പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നു. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അപ്പാതെ കയറി തൂങ്ങിയാണ്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്, നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്. വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലസ്റ്റാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലസ്റ്റാനും ലാൽ ജോസും സുധീഷ് മീശുമാൻ്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ല അത്. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലസ്റ്റാനെ ഞങ്ങൾ കാണുന്നത് അലസ്റ്റാൻ്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലസ്റ്റാൻ ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മണത്തൂർ കനവ്. അതിനുശേഷം അലസ്റ്റാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലസ്റ്റാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിൻ്റെ ബാല്യയുടെ സുഹൃത്ത് ആയ സജീവായി, അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയാൻ, അതുപോലെ രഞ്ജിത്ത്,
മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത് പെട്ടെന്ന്. കാരണം വലിയ ഭാഗ്യമുണ്ട്, ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് അവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിബ് ഭായ്, ലിസ്റ്റിൻ, മനോജ്. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിക്കൊണ്ടിരുന്ന ഈ രാജേഷ്, കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ. പിന്നെ ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടിടത്തോളം ഇതിന്റെ വളരെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു എലിമെന്റ്, ഒരു കണ്ടന്റ് ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞാൽ ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സിനിമകൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഇന്നൊന്നലെ തുടങ്ങിയതൊന്നുമല്ല. ലോഹിത് സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് പ്രതിഭയായിരുന്നു. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. അത് 95 അല്ലേ, 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാര്, ഐശ്വര്യ, നമ്മളെല്ലാം കിണിക്കിയ ഒരാളാണ് ഞാനിവിടെ വെച്ചാണ് ഇപ്പൊ കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദി ബെസ്റ്റ്. എവിടെ ഇരിക്കണമെന്ന് കണ്ടുകൂടാ, പോയാ. എല്ലാവർക്കും ജോണി ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല, കാരണം ഒരു സിനിമയും ജോണി വെറുതെ വിടുന്നില്ല. ഇടയ്ക്ക് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുക CID മൂസ സെക്കൻഡ് ഉണ്ടോ? ഞാൻ പറയാം എവിടെ ചെയ്യാൻ, അവൻ ഇവിടെ ഒന്നുമില്ല, അവൻ അതിന്റെ പുറകെ പോയിരിക്കുകയാണ്. എന്നെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചത്. താങ്ക്സ് എ ലോട്ട്. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എന്റെ മക്കളെ എന്റെ അത്ര അടുപ്പുള്ള ഷാനീസാക്കി, ഷറഫ്, ശബരിനെ കണ്ടു, ഞങ്ങളിവിടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. പോകട്ടെ. അങ്ങനെയാവാം. താങ്ക് യു സോ മച്ച്. CID ന്യൂസ് സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. പറയാൻ പറ്റൊരു കാര്യമുണ്ട്, കാരണം ഇത്രയും വലിയ ഇതുള്ളതുകൊണ്ട് May 9 ഞാൻ അഭിനയിച്ചൊരു പടം അതിന്റെ ഓഡിയോ ലോഞ്ചൊന്നും ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ചില്ലെങ്കിൽ അത് പറയാനോ എന്ന് വിചാരിച്ചിട്ട് എന്റെ നിർമ്മാതാവ് ലിസ്റ്റ് സ്റ്റേറ്റിലൂടെ ഇരിപ്പുണ്ട്. അപ്പൊ അത് ഇതിന്റെ തിരക്കിന്റെ ഇടയിൽ അത് മറക്കരുത് കേട്ടോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും എന്റെ സിനിമ കാണാൻ മറക്കരുത്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സിനിമ ഓക്കെ ആണ് എന്ന് കേൾക്കുന്നതാണ് ആ പ്രൊഡ്യൂസർക്ക്, ടീമിനെല്ലാം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ സിനിമയെ സംബന്ധിച്ച് അതിന്റെ ടൈറ്റിലിൽ തന്നെ ഓക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് UK മാത്രം ഓക്കെ ആകാൻ പാടില്ല, ഇന്ത്യയിൽ കൂടെ ഡബിൾ ഓക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പോൾ സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ UK ഓക്കെ ഒരു വലിയ നല്ല ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ സിനിമ കണ്ട ആൾക്കാരിൽ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു പ്ലോട്ട്
ആണ്. ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്. ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു. കാരണം ദിലീപേട്ടന്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഒരു മാജിക് ഫ്രെയിംസും ഇതിന്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഓഡിയോ റിലീസ് ആകുമ്പോൾ അതിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ രാജേഷിനും എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഞാൻ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിൽ അലക്സേട്ടനെയാണ് എനിക്ക് അധികം പരിചയമില്ലാത്തുള്ളൂ. ആനി ചേച്ചിയും സജീവനും പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണഗതിയിൽ ഒരു പ്രൊഡ്യൂസറുടെ പേരേ ഉള്ളൂ പറഞ്ഞിട്ടായിട്ടുള്ളൂ. പക്ഷേ ഇവരുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ടിട്ട് 2 പേരും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് 2 പേരുടെയും പേര് വന്നേക്കുന്നതെന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ. ഒപ്പം രഞ്ജിത്ത് ഇതിന്റെ ഹീറോ. അപ്പോൾ രഞ്ജിത്തിനും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അല്ലു അർജുന്റെ ഫാദറാണ്. അല്ലു അർജുനെ ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇന്ന് ആ സ്റ്റാർ വലിയ സ്റ്റാറായി ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള മാതാപിതാക്കന്മാരും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അജയ് സർ. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സിനിമ അടിപൊളിയാവട്ടെന്ന്. രഞ്ജിത്ത് അടിപൊളിയാവും. മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരണം, നല്ല നല്ല പ്രൊഡ്യൂസർമാർ വരണം. കാരണം അന്യ സംസ്ഥാന സിനിമകളുകൊണ്ട് വിജയിച്ച് പോവുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നിട്ട് നല്ലോണം വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 സിനിമ എടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ ഇനിയും ഞാൻ ചെയ്യുമെന്ന്. ഞാൻ രഞ്ജിത്തിനെ വെച്ച് സിനിമ ഒരെണ്ണം ചെയ്യാൻ പോവാണ്. കാര്യം UK ഒക്കെ അടിപൊളിയാവും. ഇപ്പൊ ദിലീപേട്ടൻ പറഞ്ഞ എല്ലാവരും തന്നെ മനസ്സിലാവും. നമുക്കൊരു സിനിമയും പരാജയപ്പെടണമെന്ന് ആർക്കും ഇല്ല. പക്ഷെ എല്ലാ സിനിമയും വിജയിക്കണം, എങ്കിലേ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിൽക്കൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ജോൺ സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ ഒരു നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. അത് അപ്പഴേ നമ്മൾ ഈ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചില അപ്പനും അളിയനൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു. ഇപ്പം കൊള്ളാലോ അങ്ങനെ. പക്ഷെ അപ്പം ഞാൻ സേഫായിട്ട് ഇപ്പം പോകുന്നുണ്ട്. ചീയുടെ ഞാൻ പടം കണ്ടപ്പോൾ ഒരുപാടപ്പന്മാർ വന്നു. ഒരു പടത്തിൽ വാഴയിൽ ഒരുപാടപ്പന്മാർ ഏതാ. അപ്പം ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ നമുക്ക് ഇപ്പം വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന, നമുക്ക് നന്നായി ചെയ്യാതെ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു, രഞ്ജിത്ത് UAE ബേസ്ഡ് ആണ്, അവിടെ പഠിച്ചതാണ്. അപ്പോൾ മലയാളത്തിലും കുറച്ച് കുറവുണ്ട്. രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ് കുറിച്ചത്. അപ്പം നേറ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, എന്താ എന്ന് ഞാൻ വിചാരിച്ചു. അഭിനയം തുടങ്ങി 1.5 ദിവസം കഴിയുമ്പോൾ ഞാൻ ഓർത്ത് എന്തായി അതിന് ഇങ്ങനെ പറഞ്ഞേ. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനിപ്പോൾ വളരെ മലയാളത്തോടെ നേറ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ടല്ലോ, എങ്ങനെ സാധിക്കുന്നു? അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടന്റെ മോനായിട്ട് എനിക്ക് US-കാരനോ UK-കാരനോ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ചേട്ടന്റെ മോനായിട്ട് ബിലോ ആവറേജ് മലയാളിയായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് എന്റെ പ്രസൻസ് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഞാൻ വളരെ ഇപ്പോൾ ഒരുപാട് പേരുടെ പിന്നെ ഒരുപാട് ആളുകളുടെ ഷാറോട്ടിട്ടുണ്ട്. ഒത്തിരി പേരുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു മകൻ തന്നെയാണ് രഞ്ജിത്ത്. കാരണം വളരെ ഹാർഡ് വർക്ക്, അതായത് നന്നാക്കാൻ വേണ്ടിയുള്ള ത്വര, ആഗ്രഹം. ഇപ്പൊ ദിലീപിനത് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ നാളെ ദിലീപിന്റെ സ്ഥാനത്തെത്തിയാലും ആ ത്വര നഷ്ടപ്പെടുത്താതെ, ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ശക്തി മോനുണ്ട്. തീർച്ചയായിട്ടും യുണൈറ്റിരിക്കുന്നു. അതുപോലെ അരുൺ വൈക എനിക്ക് കുണ്ടച്ചേരിൽ പുരുഷൻ നല്ലൊരു കഥാപാത്രം തന്ന ആളാണ്. അപ്പോൾ അരുണിനോട് എനിക്ക് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ്, അച്ചായനാണ് എന്നോട് ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞത്, ഇതോടെ ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ട്,
അതിൽ അച്ഛൻ വേഷം ജോണി, റോയിയുടെ കഥാപാത്രം ജോണി ചെയ്യണം. എനിക്ക് സബ്ജക്റ്റ് നേരത്തെ അറിയാമായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ അണ്ണൻ്റെയും നമ്മുടെ സജീവ് സാറിനെയൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു സിനിമ എന്നെ കൂടെ കഴിയാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇന്ന് ഈ ഓഡിയോനെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന്. 9-ാം തീയതി ഞാൻ ദിലീപിന്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ട്, ലിസ്റ്റിന്റെ സിനിമ. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പം അതിന് കാണണം, യുണൈറ്റഡ് കിങ്ഡം കാണണം. എല്ലാ സിനിമകളും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. അധികം സംസാരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് തയ്യാറായി വന്നത്. അധികം സംസാരിച്ച സമയം കളയണ്ട എന്നുള്ളതല്ലേ കറക്റ്റ്. എങ്കിലും മൈക്ക് കൈ കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമായിട്ടും അരുൺ ഗുണ്ടജയൻ എന്ന് പറഞ്ഞ സിനിമയായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പാർട്ട് ഫ്രം ബ്ലസ്സി സാറും ദിലീപേട്ടനെ വെച്ച് വർക്ക് ചെയ്ത് എല്ലാവരുമായിട്ടും അഭിനയിച്ചിട്ടുള്ളതാണ്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി രാജേഷിന്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, രാജേഷിന്റെ പാട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കൊടുക്കൽ വാങ്ങൽ അത്രയ്ക്ക് ഈസിയാണ്. രാജേഷ് എന്താ പറയുക, ഇപ്പൊ ചില പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചില മീറ്റർ അപ്പുറത്തേക്ക് എടുത്താണ്, ചില മീറ്റർ ഇപ്പുറത്തേക്ക് എടുക്കുന്നത്. യാതൊരു പ്രശ്നമില്ല. രാജേഷ് എല്ലാ സ്വാതന്ത്ര്യം തരും. അപ്പൊ രാജേഷിന്റെ കൂടെ ഒരു 7 പാട്ടുകൾ വർക്ക് ചെയ്തു ഈ സിനിമയിൽ. പുതിയ പാട്ടുകൾ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു അവസരം എനിക്ക് തന്ന അതിനുവേണ്ടിയിട്ട് ഒരുപാട് നന്ദി. ഞാൻ മൈക്ക് രാജേഷിനോട് കാണാം. ഹായ്, താങ്ക് യു. ഇവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന അരുൺ, ആ മൊമെന്റ് ഉണ്ടായ രീതി, അതൊക്കെ വളരെ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്ന് ആൻഡ് അലക്സ് സാർ, അവിടെ നമ്മൾ ഇവിടെ വരെ എത്തിയത് തന്നെ ഇറ്റ്സ് ലൈക്ക് എ ബിഗ് ജേർണി. ഇന്നും പടം ഇതിന്റെ മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ടില്ല, ടു ബി ഓണസ്റ്റ്. ബട്ട് ഇന്നും എൻ്റെ കൂടെ പേഷ്യൻസോടെ നിൽക്കുന്നുണ്ട്. യു ആർ സപ്പോർട്ടിങ് അസ്. സോ താങ്ക് യു ഫോർ അണ്ടർസ്റ്റാൻഡിങ്. ആൻഡ് ഈ വിഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് അത് എനിക്കും ആ കഥയുടെ ഒരു ചെറിയൊരു ഭാഗം എനിക്കും കൊടുക്കും. ഓക്കെ, ഇത് നല്ലൊരു വിഷയമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞാൻ ഇതിൽ നല്ലൊരു പാട്ട് പാടുന്നു തോന്നുന്നു. മോസ്റ്റ് ഞാൻ സംസാരിക്കാം. സോ ബട്ട് റിയലി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. കുറച്ച് ലേറ്റായി, അതിനെല്ലാവരോടും ക്ഷമ ചെയ്യണം. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ 3ാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യുന്ന സിനിമയായിരുന്നു. സൈജ് ഗ്രൂപ്പേരനായിരുന്നു നായകൻ. സൈജറിന് എത്താൻ കുറച്ച് ലേറ്റാവും. എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ആൾക്കാരെ ഓർക്കേണ്ട ഒരു സമയമാണത്. നന്ദിയാണ് അലക്സ് സാർ, സജീവ് സാർ ആൻഡ് മാഡം. ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവർ എസ് പറഞ്ഞതിൻ്റെ പേരിലുണ്ടായ സിനിമയാണ്. എന്നെക്കാളൊക്കെ അപ്പുറം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ അച്ഛനെ തുല്യം പോലെ ഞാൻ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ ജോണി ചേർന്ന് വലിയൊരു നന്ദി. പിന്നെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് ദിവസം മുന്നെയാണ് ഇത് പ്ലാൻ ചെയ്തത്. കേട്ടോ, റിലീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും വലിയ ആൾക്കാരെയൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര അത്ഭുതമാണ്. കാര്യം പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഷറഫ് ഭായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്ന അത്രയും സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദി എല്ലാവരോടും. ദിലീപേട്ടനോടും ജോണി ചേട്ടനോടും ബ്ലസ് സാറിനോടും ലിസ്റ്റിൻ ചേട്ടനോടും അജിത് സാറിനോടും മനോജ് ചേട്ടനോടും പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും, സിജു ഭായി, അരുൺ ചേട്ടൻ, എടുത്തു പറയാനില്ല, ബാക്കി എല്ലാം പോൾ സാറ്, എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യണം. 3ാമത്തെ പടം ചെയ്യാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. കാരണം ഇതിൽ കുറച്ചൊരു സെക്കൻഡ് ഹാഫ് കുറച്ച് മ്യൂസിക്കലി ബിൽഡപ്പ് ചെയ്തുകൊണ്ടൊരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ നോക്കി. അപ്പോൾ യാദൃശ്യമായിട്ടാണ് ശബരിബായുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രദർ രാജേഷ് മുരുകേശനെ പരിചയപ്പെട്ടത്. നമുക്കറിയാം പ്രേമം സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓളം അത് കഴിഞ്ഞിട്ട് വേറെ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയമാണ്. അത്രയും അതിൽ ഏറ്റവും ഹിറ്റ് ആയതിലെ പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ പ്രേമം ടീം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇതിൻ്റെ പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ, പുള്ളി ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നുണ്ട്. രാജേഷ് മുരുകേശനാണ് മ്യൂസിക്, പിന്നെ ശബരീഷ് വർമ്മയാണ് ലിറിക്സ്, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദാണ്. ഇപ്പോൾ ഷറഫ് ഭായി, സിജു ഭായി ഒക്കെ വന്നപ്പോൾ അതങ്ങൾ പൂർണ്ണമായി. അപ്പം ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമ അത്ര വലിയ വിജയമൊന്നുമല്ലായിരുന്നു.
ആരും അറിയത്തുകൂടിയില്ല എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സിനിമയാണത്. രണ്ടാമത്തെ സിനിമ ഗുണ്ടജൻ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് പോയി. എന്നിട്ടും മൂന്നാമത്തെ സിനിമയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്ന രാജേഷ് മുരേശിന് പ്രത്യേകം ഒരു താങ്ക്സ് പറയണം. രാജേഷിൻ്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസുമാണ് അതിൽ. അപ്പോൾ രാജേഷിൻ്റെ പ്രോഗ്രാമാണ് ശരിക്കും ഓഡിയോ ലോഞ്ചാണ്. പാട്ടുകൾ എല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളെ കേൾപ്പിക്കണം, എത്രയും പെട്ടെന്ന് കേൾപ്പിക്കണം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന എൻ്റെ നായകൻ രഞ്ജിത്ത് സജീവ്. ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ട ആളാണ്. പിന്നെ ഈ പരിപാടി എനിക്ക് വർക്കാവില്ല, എനിക്ക് സുഖമില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് സ്ക്രിപ്റ്റിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ മനുഷ്യൻ ഇതിലേക്ക് ഇന്നാക്കിയത്. എന്തായാലും രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപേയുള്ള സിനിമ ഗോളായിരുന്നു. അതിലൊരു പോലീസ് ഓഫീസറിന്റെ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇതില് ഒരാഗ്രഹം ഉണ്ടായിരുന്നു രഞ്ജിത്തിന് ഒരു മലയാളിയായിട്ട് ഒന്ന് കാണിക്കണം എന്നുള്ളത്. അത്യാവശ്യം ഒരു മലയാളിയായിട്ട് തന്നെ എനിക്ക് ചെയ്യിക്കാൻ പറ്റിയതെന്ന്. അതിനേക്കാൾ അപ്പുറത്ത് രഞ്ജിത്ത് നന്നായിട്ട്, അത് ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്, എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറയുന്നു, അഹങ്കാരമായിട്ട് എടുക്കരുത്. രഞ്ജിത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിലെ ഹീറോയിൻ സാരിംഗ് ശ്യാമാണ് ഹീറോയിൻ. പുള്ളിക്കാരി ഒരു സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കൽ അങ്ങനത്തെ പരിപാടി പറഞ്ഞൊരു വലിയ കൊറിയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ അവർ ആണ് അതിലെ ഹീറോയിൻ. എനിക്ക് എൻ്റെ എല്ലാ രീതിയിലും ഞങ്ങൾക്കുള്ള സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സാരംഗി. പിന്നെ റോണി, ഡോക്ടർ റോണി, ജോണിച്ചാണ് പിന്നെ ഞാൻ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇനി പറയാനുള്ള. പിന്നെ മഞ്ജുപിള്ള ചേച്ചി, ഇന്ദ്രൻസിയെന്ന് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് വന്ന ആളാണ് മനോജ് കെ ചേട്ടൻ. ചേട്ടനും ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ക്യാരക്ടർ വളരെ സസ്പെൻസ് ആയതുകൊണ്ട് അങ്ങനെ അതിനെക്കുറിച്ച് പറയാനില്ല. അത് തിയേറ്ററിൽ തന്നെ കണ്ടേ. ചേട്ടൻ സപ്പോർട്ട് ചെയ്തതിന് നന്ദി. എനിക്ക് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് പടമായി ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും ഭാഗത്ത്. എന്തായാലും എല്ലാവർക്കും, ഈ വന്ന എല്ലാവർക്കും, മീഡിയ, എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്ത്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സിനിമ ചെയ്യുന്ന DOP ഒരുമിച്ച് കിടന്നുറങ്ങി അങ്ങനെ പ്ലാൻ ചെയ്ത പടമാണ്. കിരൺ റാഫേലി ചീഫ് ഓഫ് സ്റ്റേറ്റ്. എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയാനുള്ള പടം എഡിറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം. നമുക്ക് പരിപാടിയിലേക്ക് പോകാം, പാട്ടുകൾ കാണാം. മുരുകൻ കാട്ടാക്കട ഇവിടെ എത്തേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഇവിടെ നിർത്താൻ പറ്റിയില്ല. ഓക്കെ, പറഞ്ഞാൽ താങ്ക് യു. And you can distribute this passport to our stars. ഈ പാസ്പോർട്ടില് നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട്. ആൻഡ് യെസ്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കാനായിട്ട്. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപ് വരുന്നതാണ്. ഇവിടെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പ്രണയത്തിന്റെ ഓഡീഷൻ വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അടുത്ത് അൽഫോൺസ് എടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് വന്ന് തമിഴിലേക്ക് വിട്ടോന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല, മലയാളത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണം. മനോജന്റെ കൂടെ ബിവെയർ ഓഫ് ഡോഗ്സ് ഒരുമിച്ച് ചേർന്നത് അജിത്തേണ്ടോ സാറിന്റെ ലിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല. ഭാവിയിൽ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ അരുണിനെ പറ്റി പറയുകയാണെങ്കിൽ അരുണിന്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാരപൂർവ്വം ഉണ്ട് ചെയ്യാൻ. ശരിക്കും പറഞ്ഞ ഒരു കല്യാണ വീട്ടില് ഉള്ളവരെ തന്നെയായിരുന്നു ഞങ്ങള്. ജോണി ചേട്ടനും ഞങ്ങളൊക്കെ അവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടില് അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോൾ ഇതിലും ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇതിന്റെ ഒരു കണ്ടന്റ് അതിനകത്ത് അരുൺ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയ ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ തിയേറ്ററിൽ വർക്കാവട്ടെ. തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൽ പിന്നെ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങൾ ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദി ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയായിട്ട്. അതുപോലെ തന്നെ ഫ്രാഗ്മെന്റ് നേച്ചർ ആൻഡ് ഫിലിംസ്. ഓക്കെ, എല്ലാവർക്കും തന്നെ അഭിനന്ദനങ്ങൾ. ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസഹായം. താങ്ക് യു.
എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ ക്ലൈമാക്സ് കഴിഞ്ഞ് എഴുത്തെടുത്ത പോലെ ഞാൻ ഗുരുതുല്യനായ ബ്ലസ്സി ചേട്ടൻ, ബ്ലസ്സി സാർ, അവിടെ തന്നെ ദിലീപ് ഏട്ടൻ, ലിസൺ ഭായ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അങ്ങനെ എല്ലാവരെയും ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പോകണം. ആരെങ്കിലും വിട്ട് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സിജി പറഞ്ഞ പോലെ തന്നെ പ്രണയത്തിന്റെ ഓഡിഷൻ ഞാൻ സാറിന്റെ അടുത്ത് വന്നിരുന്നു. അപ്പൊ സാറിനെ കണ്ട് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞു. കുറച്ച് വളരെ സൗമ്യമായിട്ട് തന്നെ കാര്യങ്ങളും സാറ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോകും. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 7 സംസ്ഥാന അവാർഡാണെന്ന് തോന്നുന്നു അല്ലെ, എന്റെ കണക്ക് 9 അപ്പൊ ഞാൻ കണ്ണൂർ സ്കോഡിന്റെ ഏതെങ്കിലും ഒരു ഡിവിഷനില് സൗണ്ടിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്തില് നവാഗത സംവിധായകൻ, തിരക്കഥ, അഡാപ്റ്റഡ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതെന്റെ എല്ലാം അടിയുന്നുണ്ട്. ഞാൻ പ്രത്യേകം അതെല്ലാം സാറും ബാക്കിയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ വാങ്ങുന്നതിന്റെ സ്റ്റോറി കിട്ടിരുന്നു. പിന്നെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് ദിലീപേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിലീപേട്ടൻ പക്ഷെ OTT റിലീസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു, കുറെ നേരം ദിലീപേട്ടൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദിലീപേട്ടനെ പോലത്തെ ഒരാൾക്ക് നമ്മൾ വിളിച്ച് കണ്ണൂർ സ്കോഡിന്റെ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നന്ദി ദിലീപേട്ട, സന്തോഷം. ഓർത്ത് വിളിച്ചതിന് വളരെ സന്തോഷം. ഈ സിനിമയോടൊപ്പം ഞാൻ വർക്കിയിരിക്കുന്ന ട്രാഫിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുവാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന സിനിമ ഇറങ്ങി വൈകുന്നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിന്റെ കുറച്ചും കൂടി ഫ്ലെക്സും പോസ്റ്ററൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓഫീസിൽ നിന്ന് വളരെ വിസ്മയിപ്പിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലെക്സ് അടിച്ച പൈസ പോലും കിട്ടും തോന്നുന്നില്ല, ദയവ് ചെയ്ത് ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു സത്യം എൻ്റെ അടുത്ത് അവർ വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. പിന്നെ ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു നായകന്റെ ആൻസറായിട്ടാണ് പറയാൻ ഞാൻ അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ മകനായിട്ടാണ് രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പടം കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസകരമായിട്ട് ജോണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനും അറിയാമോ സത്യാവസ്ഥ. എന്നാൽ ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ കഠിനാധ്വാനം പ്രതിഭകളെ മറികടക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കഠിനാധ്വാനിയാണ് രഞ്ജിത്ത്. അപ്പൊ രഞ്ജിത്ത് എന്തായിരുന്നാലും ഈ മലയാളത്തിലെ പുതിയ താരോദയമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദിലീപേണ്ട ഒരു വളർച്ചയുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രചോദനമുള്ള വളർച്ചയാണ്. ഒരു സല്ലാപം, ഒരിഷ്ടം, ഒരു പറക്കും തളിക. ദിലീപേണ്ട ഗ്രാജുവലി അത് കൊണ്ടുവന്ന് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പാലക്കാട് അരോമ, സിനി അരോമ, ന്യൂ അരോമ ഈ 3 തിയേറ്ററുകളും മീശമാധവൻ തിരിഞ്ഞും തിരിഞ്ഞും ഓടിക്കൊണ്ടിരിക്കും. ഒരിടത്തും ടിക്കറ്റ് ഇല്ല. അങ്ങനെ ഒരു ദിലീപേണ്ട ഒരു വളർച്ചയുണ്ട്. ദിലീപേണ്ട ഓരോ ഇടത്ത് കൂടെ വന്ന് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് ജനക്കഥനാണെങ്കിലും സംഭാഷണമാണെങ്കിലും ഇടയിൽ കല്യാണം ഒരുപാട് നല്ല സിനിമ ദിലീപേണ്ട മെയ് 9 ഇറങ്ങുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും എൻ്റെ എല്ലാ ആശംസകളും. അതും ആ സിനിമ നല്ലോട്ട് നമ്മുടെ മലയാള സിനിമയിലെ പ്രൊഡ്യൂസറായിട്ടും എക്സിബിറ്ററായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കൈവയ്ക്കാത്ത മേഖലകളില്ല. എല്ലായിടത്തും വിജയശീലാളനായിട്ട് പോകുന്നൊരു വ്യക്തിയാണ് ദിലീപേണ്ട സിനിമയ്ക്കും എല്ലാ ആശംസകളും. അപ്പോൾ ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തിയ എൻ്റെ മാഡം സജീവ് സാർ, എൻ്റെ സുഹൃത്തായ അരുൺ വൈഗ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ടാണ് മുന്നിലിരിക്കുന്നത് ദിലീപേട്ടൻ, ബ്ലസ്, ലിസ്റ്റ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, ജീവേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഏറ്റവും മനോഹരമായ സിനിമയെ മാറുക. അരുൺ വൈഗ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അരുണിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് അത്. ഏറ്റവും നല്ല സിനിമയായി രഞ്ജിത്തിന് പറയുന്ന പോലെ പുത്തൻ താരോദയമാണോ അല്ലോ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഒരു നല്ല നടനായി ഉയർത്തുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമയെ ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു നല്ല സിനിമയെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും വൈറലാവണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ ഒരിക്കൽ കൂടി വിളിച്ച് ഒരു 10 വാക്ക് സംസാരിപ്പിച്ച് കുറച്ചുകൂടി വൈറലാവാൻ സാധ്യതയുണ്ട്. ലിസ്റ്റിൻ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് 10 കോമഡി ഇപ്പം തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പം അതുകൊണ്ട് ലിസ്റ്റിനെ വീണ്ടും വേദിയിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മറ്റൊരു പരിപാടിയും വേണ്ടി വരില്ല ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ ഒരു വൈറൽ പ്രസംഗം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അരുൺ ആണ് ഈ പ്രോഗ്രാമിൽ വിളിച്ചത്. അപ്പോൾ അരുണായിട്ട് ചേർന്നിട്ട് പലപ്പോഴും അരുൺ എന്നെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വിളിക്കും. എനിക്ക് പലപ്പോഴും വരാൻ പറ്റാറില്ല. ഇത്തവണ ഇങ്ങനെ എത്താൻ പറ്റിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു.
തീർച്ചയായും രഞ്ജിത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായ സിനിമയാണ് ഗോളം. തീർച്ചയായും രഞ്ജിത്തിൻ്റെ ഈ സിനിമയും അതുപോലെ തന്നെ വലിയ വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സിജുവും റോണിയും പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ പുറകെ തന്നെ ഞാൻ പറയാം, ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയായിരുന്നു. സാറിനെ ഞാൻ കണ്ടായിരുന്നു. സാറ് മോനെ നിനക്കില്ലെന്നും പറഞ്ഞു. അന്ന് ഞങ്ങളെ കാണാത്തൊരു ക്യൂട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് കാണാൻ ക്യൂട്ടുണ്ടായിരുന്ന ബാസിക്കാണ് സാർ ആ റോള് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്രന്റ് നേച്ചർ. ശരിക്കും പ്രണയത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയായിരുന്നു. അപ്പോൾ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. താങ്ക് യു. പിന്നെ ദിലീപന്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പൊ ചിലവരെന്നെ ദിലീപന്റെ പേരും ചേർത്ത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഉത്തരവാദിയല്ല. ഞാൻ ഇടയ്ക്ക് പറയും ചേട്ടാ, ഞാൻ 10ാം വാർഡ്, ചേട്ടൻ 2ാം വാർഡ് വന്നു, ചെങ്ങനാട് പഞ്ചായത്ത്. അപ്പോൾ അതിനോട് വലിയ കുഴപ്പമില്ല. പിന്നെ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോണി ചേട്ടൻ പോയോ, പുള്ളി അടുത്ത അപ്പനാവാൻ പോയോ? അവിടെ ജോണി ചേട്ടനും ഞാനും നമ്മൾ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമയിൽ എൻ്റെ അപ്പനായിട്ട് അഭിനയിച്ചു. മനോജേട്ടൻ്റെ കൂടെ സിനിമ ചെയ്തിട്ടുള്ള നേരത്തിൽ ചെയ്തിട്ട് നമുക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. അത് ആദ്യത്തെ പടത്തിൽ മനോജ് ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് തീർച്ചയായും അജിത്തേട്ടൻ്റെ അടുത്ത പടത്തിൽ ഞാനാണ് ലീഡ് ചെയ്തത്. നന്ദി, നമസ്കാരം. പിന്നെ ഡിസ്റ്റിപ്പായി ആയിട്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താല്ലേ? പിന്നെ എലിസിനോട് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ച് നമ്പർ ഇത് ചെയ്യുന്നുണ്ട്. പറ്റുള്ളൂ. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ ഇതിന്റെ മ്യൂസിക് എനിക്ക് രാജേഷാണ്. അപ്പോൾ എൻ്റെ പുതിയ സിനിമയിലും രാജേഷാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോൾ രാജേഷിന്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി ഈ പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത അജിത് സാർ, അടുത്ത ഷാനിഷാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് കോക്കോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാതെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരുണിന്റെ 3ാമത്തെ പടം, അരുണിന്റെ 2ാമത്തെ സിനിമയിൽ എനിക്കൊരു ചെറിയ റോള് അവൻ തന്നായിരുന്നു. ചേട്ടൻ അഭിനയിക്കേണ്ട, ചേട്ടൻ വന്ന് നിന്നാൽ മതി, എനിക്ക് ചേട്ടനെ മതി. അപ്പോൾ ഭയങ്കര ഈസി ആയിരുന്നു, കാരണം അഭിനയിക്കേണ്ട വന്നിട്ടില്ല. 3ാമത്തെ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ അവൻ വന്നില്ല. ചേട്ടൻ ഒറ്റ റോള് ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോഗ്രാഫർ മാത്രം, അതുകൊണ്ട് ഇതിനകത്ത് റോളില്ല. ഇപ്പോൾ അരുൺ എൻ്റെ ബ്രദറാണ് ശരിക്കും. അത് അരുണിന്റെ തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പിന്നെ രഞ്ജിത്തിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിരുന്നപ്പോൾ യു ആസ് എ ആക്ടർ ആ ഗ്രോത്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു നല്ല സിനിമയാവട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സിനിമയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ സിനിമയുടെ നായകൻ രഞ്ജിത്ത് സജി. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പടം UKOKന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇവന്റ്. സോ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി. എസ്പെഷ്യലി ദിലീപേട്ട, ബ്ലസിസ, മനോജേട്ട, ജോൺ ചേട്ട, പിന്നെ ഷറാഫ് ബ്രോ, ഷാനി ബ്രോ, സിജു, എല്ലാവർക്കും. പിന്നെ അരുൺ പറഞ്ഞ പോലെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള ഒരു റോളാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ പടങ്ങൾ. എനിക്ക് തോന്നുന്നു കൽബ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ആ സമയത്ത് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് റീവർക്ക് ചെയ്ത് ഷൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് പുള്ളി എന്നോട് ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് തന്നു ഈ റോള് ഉറപ്പായിട്ടും ചെയ്യണമെന്ന്. സോ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് ഉറപ്പായിട്ട് പറയാം ഇതെന്റെ ഏറ്റവും എന്താ ചേർത്ത് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് UKOK. കാരണം എനിക്ക് ശരിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റും കൂടെ ഇപ്പം തിരിച്ചു നോക്കും. കാരണം ഇപ്പം ഒരു ജിസ്റ്റ് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂത്ത്, ഈ കാലത്തെ യൂത്ത്, ഇവിടെ നിൽക്കുന്ന യൂത്ത് എല്ലാവർക്കും ആദ്യം പുറത്ത് പോയി പഠിക്കാനോ പുറത്ത് പോയി ജോലി ചെയ്യാനോ താല്പര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അതൊന്നും തേടി വരാൻ ഒരു ശ്രമം നടക്കുന്നില്ല. സോ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എനിക്കത് പേഴ്സണലി കണക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ ദുബായിലാണ് പഠിച്ചു വളർന്നത്. പക്ഷെ ഞാൻ നേരെ ഇങ്ങോട്ടാണ് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു പാഷൻ പേഴ്സ് ചെയ്യാൻ ഈ ആക്ടിങ് മേഖലയിൽ. സോ എനിക്ക് ശരിക്കും റെസനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്.
സോ ഡെഫിനറ്റ്ലി മെയ് 23 റിലീസ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, പറഞ്ഞുള്ളൊരു വിജയമാക്കണം. സോ അധികം വൈകാതെ see you all in theaters soon. Thank you.